എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ മത്സരമായ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. അതുകൂടാതെ നിങ്ങൾ GL ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പെർഫെക്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ കോടിപതി ആവുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, എത്ര കാലം യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ഫീച്ചറും ഒരു കിഡിലൻ ടൂളാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കാം. മാച്ച് നമ്പർ 52 ആണ് നമ്മുടെ CSK വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മാച്ചാണ്. മത്സരം നടക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. മത്സരം നടക്കുന്നത് മറ്റെപ്പോഴുമല്ല, മെയ് 3-ാം തീയതി കൃത്യം 7:30 തന്നെയാണ് കേട്ടോ മത്സരം നടക്കുന്നത്. അപ്പോൾ ചിന്നസ്വാമിയുടെ ഗ്രൗണ്ടാണ്, ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. അതുപോലെ തന്നെ ബൗൺസ് വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പിച്ചിൻ്റെ ആവറേജ് സ്കോർ പറയുകയാണെങ്കിൽ 175 എബോ റൺസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചേസേഴ്സ് ഹാവിങ് എഡ്ജ് 91 പ്രാവശ്യം ബാറ്റിംഗ് സെക്കൻഡ് ചെയ്ത ടീം വിൻ ചെയ്തിട്ടുണ്ട്. 74 പ്രാവശ്യം ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീമും വിൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്യുന്ന ടീമാണ് ഇവിടെ വിൻ ചെയ്യാറുള്ളത്. പേസേഴ്സിനാണ് ഇവിടെ കൂടുതലും വിക്കറ്റ്സ് കിട്ടാറുള്ളത്. ഏകദേശം 520 വിക്കറ്റോളം ഫാസ്റ്റ് ബൗളേഴ്സിനാണ് കിട്ടിയിട്ടുള്ളത്. 244 വിക്കറ്റ് മാത്രമേ സ്പിന്നേഴ്സിന് കിട്ടിയിട്ടുള്ളൂ, അതും 166 മത്സരത്തിൽ നിന്ന്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ഈ ഒരു പിച്ചിൽ ചില സമയങ്ങളിൽ മാച്ച് നടക്കുന്ന സമയത്ത് മിഡിൽ ഓവേഴ്സിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ സ്പിന്നേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു മാച്ചിൽ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിന്റ് ടേബിൾ നോക്കാം. കാരണം നമ്മുടെ CSK ഓൾറെഡി നമ്മുടെ IPL ഈ ഒരു സീസണിന് പുറത്തായി. കാരണം ഇനി അവർക്ക് ജയിച്ചാൽ കൂടെ കയറാൻ പറ്റത്തില്ല. പക്ഷേ ബാംഗ്ലൂരു പേടിക്കേണ്ട ഒരു ടീം തന്നെയാണ്. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് സെക്കൻഡാണ് പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. 10 മത്സരത്തിൽ നിന്ന് 7 വിജയം 3 തോൽവിയും മാത്രമേ അവർ കരസ്ഥമാക്കിയിട്ടുള്ളൂ. നല്ല ടോപ്പിൽ നല്ല റൺ റേറ്റിൽ നിൽക്കുന്നത് മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് കേട്ടോ. ഏകദേശം 11 മത്സരത്തിൽ 7 ജയിച്ചിട്ട് അടുപ്പിച്ച് ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CSK ആണെങ്കിൽ നോക്കണ്ട, കാരണം ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ RCB തീർച്ചയായിട്ടും അവരുടെ ഫുൾ പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ നമുക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കും. സോ RCB പ്ലെയേഴ്സിനെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ആര് കളിക്കും, എങ്ങനെ കളിക്കും എന്നൊന്നും പ്രഡിക്റ്റബിൾ അല്ല. എങ്ങനെ വേണേലും അവർ കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ RCB പ്ലെയേഴ്സിന് നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ CSK ആണെങ്കിലും കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് പിടിച്ച് നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. സോ മാച്ച് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ ആവാനുള്ള പോസിബിലിറ്റീസും കൂടുതലുണ്ട്. ബട്ട് എന്നാൽ കൂടെ RCB ആണ് CSKക്കാട്ടിലും ഒരു തരി മുന്നോട്ട് കൂടുതൽ എഫേർട്ട് എടുക്കാൻ ചാൻസ് ഉള്ള RCB തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു മാച്ചിൽ. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റേഡിയം, അതായത് ചിന്നസ്വാമി ഗ്രൗണ്ടിൽ നടന്ന ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ RCBക്കായിരുന്നു. 205 റൺസ് അവർ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് തന്നെയായിരുന്നു. ഈ ബാറ്റിങ്ങിൽ ഫസ്റ്റ് ഓപ്പണിംഗ് ഇറങ്ങുന്ന ഒരു ബാറ്റ്സ്മാൻ, അതുപോലെ തന്നെ വൺ ഡൗൺ ഇറങ്ങുന്ന പ്ലെയേഴ്സായിരിക്കും കൂടുതൽ റൺസ് എടുക്കുന്നത്. പെട്ടെന്ന് ഫസ്റ്റ് ബാറ്റിംഗ് ഒന്നും ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഇല്ല. എസ്പെഷ്യലി RCBക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലോപ്പ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ RRൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ RRൽ ഓപ്പണിംഗ് ഇറങ്ങിയ ഒരാൾ കളിച്ചു, പിന്നെ മിഡിൽ ഓർഡറിൽ കുറച്ച് പ്ലെയേഴ്സ് കളിച്ചു പോയി തന്നെ, അല്ലാണ്ട് വലിയ പെർഫോമൻസ് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടില്ല. എസ്പെഷ്യലി ഇവിടെ 2 വിക്കറ്റ് ക്രിണോളം, 4 വിക്കറ്റ് ഹേസൽവുഡ്, യാഷ്ടയാൽ, അതുപോലെ തന്നെ ഭുവനേശ്വറൊക്കെയാണ് കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതൊക്കെ സ്പിന്നറായിട്ട് 2 വിക്കറ്റ് ആ ഒരു ഇന്നിങ്സിൽ നമ്മൾ കണ്ടുള്ളൂ. ഹാസിരംഗ 1 വിക്കറ്റ് ഇവിടെ, അതുപോലെ തന്നെ അത്ര തന്നെ ഉള്ളൂ. കൂടുതൽ ഏകദേശം 10-15 വിക്കറ്റ് വീണാൽ കൂടെ അതിൽ 10 നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സ്, ഒരു 3-4 സ്പിന്നേഴ്സ് പോകുന്നുള്ളൂ. സോ ആ ഒരു രീതിക്കാണ് ഒരു ടീം കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് പറയുകയാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണിത്, നമ്മുടെ കുബേര ഫാൻറ്റസി. കാരണം നിങ്ങൾക്ക് അത്രയും പ്രോഫിറ്റബിൾ ആയിട്ട് വേറൊരു ആപ്ലിക്കേഷൻ ഇല്ല എന്നാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ ഇവിടെ ഈ ഡ്യൂ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷനിൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഇതിൽ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ആരാണോ ജസ്റ്റ് അവർ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളത്. സോ എന്തായാലും
നിങ്ങൾ ട്രൈ ചെയ്യണം. ഇപ്പം നമുക്കിവിടെ ഒരു 5 പ്ലേയേഴ്സിനെ കാണാൻ പറ്റും. ജോസ് ബട്ട്ലർ, ശുഭ്മാൻ ഗിൽ, ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, സായ് സുദർശൻ. ഇതിൽ ആരായിരിക്കും നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളതെന്നാണ് നമ്മളിവിടെ പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ സായ് സുദർശനാ തോന്നുന്നത് വെച്ചാൽ സായ് സുദർശനായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ ജോസ് ബട്ട്ലർ അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും ഉണ്ട്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത് സായ് സുദർശന കൂടുതൽ പോയിന്റ് എടുത്തെന്ന് വെച്ചാൽ നമ്മൾ വിന്നായി. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം, ഒരു ടൂൾ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ GL കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് GL നിന്ന് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അതെന്താന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ആപ്പിനെ പറ്റിയുള്ള ഫുൾ വീഡിയോ അതായത് മെയ് 3-ാം തീയതി കൃത്യം ഒരു 7 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ രാവിലെ 7 മണിക്ക് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കുക. ഈ ഒരു ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, പക്ഷേ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതൊരു ടൂളാണ്. ഈ ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൈമോ പോലെയൊന്നുമല്ല. ഇത് നമ്മളായിട്ട് തന്നെ നമുക്ക് കുറച്ച് പ്ലെയേഴ്സിനെ ചൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് വിത്തിൻ 2 സെക്കൻഡിൽ നിങ്ങൾക്ക് അപ് ടു 20 ടീം വരെ ഒരൊറ്റ അടിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര ടീം വേണമെന്നാണ് ആദ്യത്തെ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5 എണ്ണം മതിയെങ്കിൽ 5 എണ്ണം എടുക്കുക. അതുപോലെ തന്നെ ടീം കോമ്പിനേഷനാണ്, അത് ഓട്ടോമാറ്റിക്കലി അവർ ജനറേറ്റ് ചെയ്യും. ഇനി നമുക്ക് പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യും. 24 പ്ലെയേഴ്സ് ഉണ്ട്, ടോട്ടലി 24 മത്സരങ്ങളെ കളിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്ലെയേഴ്സിനെയും വെച്ചിട്ട് ഒരു 20 ടീം കോമ്പിനേഷനിൽ ഇറക്കണമെങ്കിൽ ഇത് അവിടെ മുകളിൽ ഓൾ പ്ലെയേഴ്സിനെ തൊട്ട് കഴിഞ്ഞാൽ 2 ടീമിൽ നിന്നും ഓൾ പ്ലെയേഴ്സ് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ജസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് അൺസെലക്ട് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്ലെയേഴ്സും വേണ്ട, നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ആൾക്കാർ മാത്രം മതി നിങ്ങളുടെ ടീമിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കിവിടെ ജോസ് ബട്ട്ലറാണ്. ജോസ് ബട്ട്ലർ എന്തായാലും നിങ്ങളുടെ ടീമിലോട്ട് വേണം. അതുപോലെ തന്നെ ഹെൻറിസ് ക്ലേസിനെ നന്നായി കളിക്കും, സോ അദ്ദേഹം എന്തായാലും ടീമിലോട്ട് വേണം. ശുഭ്മാൻ ഗിൽ വേണം, അതുപോലെ തന്നെ സായ് സുദർശൻ വേണം, ട്രാവിസ് ഹെഡ് വേണം, വാഷിംഗ്ടൺ സുന്ദർ വേണം, രാഹുൽ തിവാട്ടിയ വേണം, അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ വേണ്ട, രാഹുൽ തിവാട്ടിയ വേണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, മെൻഡിസ്, അതുപോലെ തന്നെ റാഷിദ് ഖാൻ, അതുപോലെ തന്നെ സായി കിഷോർ, മുഹമ്മദ് സിരാജ്, പ്രസിദ്ധ് കൃഷ്ണ, അതുപോലെ തന്നെ ഇഷാൻ ശർമ്മ വേണ്ട, പാറ്റ് കുമിൻസ്, ഹർഷൽ പട്ടേൽ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 14 പ്ലെയേഴ്സിനെ ചൂസ് ചെയ്തു. നമുക്കിവിടെ 16 പ്ലെയേഴ്സ് മിനിമം വേണമെന്നാണ്. സെലക്ട് മിനിമം 16 പ്ലെയേഴ്സ്. സോ അതിനുവേണ്ടി നമുക്കൊരു ഇഷാൻ കിഷനെ കൂടെ നമ്മുടെ ടീമിലോട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 16 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ആണ്. ക്യാപ്റ്റൻ VC മിനിമം 3 ആർക്കെങ്കിലും കൊടുക്കണം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപ്റ്റൻ VC ആയിട്ട് നമുക്ക് ജോസ് ബട്ട്ലർ വേണം, കാരണം അദ്ദേഹം നന്നായി പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിഷേക് ശർമ്മയും കൊടുക്കുക, ഒരു നന്നായി പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള വേറൊരു പ്ലെയറാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണയും നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്, സോ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ VC കൊടുക്കുക. ഇപ്പോൾ 3 പേരെ വരെ കൊടുത്തു. ഇനിയിപ്പോൾ 3 അല്ല, നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 പ്ലെയേഴ്സിനെ വരെ നമുക്ക് മിനിമം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിനെയും കൊടുക്കുക, അതുപോലെ തന്നെ സായ് സുദർശനെയും കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാർ കണ്ടല്ലോ. ഈ സ്റ്റാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ടീമിലോട്ട് എല്ലാ ടീമിലും നിങ്ങൾക്ക് ശുഭ്മാൻ ഗിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ സ്റ്റാർ പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടീമിലും ശുഭ്മാൻ ഗിൽ വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആരാണ് എല്ലാ ടീമിലും വേണ്ടത്? ഇപ്പോൾ എനിക്ക് ജോസ് ബട്ട്ലർ എല്ലാ ടീമിലും വേണം, അതുപോലെ തന്നെ ബൗളേഴ്സിൽ നമ്മുടെ സിരാജും പ്രസിദ്ധ് കൃഷ്ണയും എല്ലാ ടീമിലും വേണം, പാറ്റ് കുമിൻസും എല്ലാ ടീമിലും വേണം. ഏകദേശം ഒരു 5 പ്ലെയേഴ്സിനെ വരെ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും, അത്രേ പറ്റത്തുള്ളൂ. സായ് സുദർശൻ അല്ല, നമുക്ക് സായ് സുദർശൻ ഗില്ലിനെ എല്ലാ ടീമിലും വേണം എന്ന് പറഞ്ഞത് നമ്മളിവിടെ പ്രൊസീഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ കയ്യിൽ 100 രൂപ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടീമിന് 1 കോയിനാണ് ചിലവാക്കുന്നത്. അതായത് 100 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കോയിൻ കിട്ടും. ഈ 100 കോയിനിൽ ഒരു ടീമിന് 1 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം 5 കോയിൻ ഇറക്കി കഴിഞ്ഞാൽ ഇതാ 5 ടീം നിങ്ങൾക്ക് കിട്ടും. ഇതാ ഒരൊറ്റ 2 സെക്കൻഡ് കൂടെ എടുത്തില്ല, ഇത് 5 ടീം എനിക്കിവിടെ കോമ്പിനേഷൻ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആൾക്കാരെ തന്നെയാണ് എനിക്ക് ക്യാപ്റ്റൻ VC ആയിട്ട് കിട്ടിയിരിക്കുന്നത്. പ്രസിദ്ധ് കൃഷ്ണയും ഗില്ലുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണയും ഒരു ശുഭ്മാൻ ഗില്ലുമായിട്ട് പിന്നെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും പ്രസിദ്ധ് കൃഷ്ണ ഒരു വൈസ് ക്യാപ്റ്റനായിട്ടൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അഭിഷേക് ശർമ്മ ക്യാപ്റ്റനും ജോസ് ബട്ട്ലർ വൈസ് ക്യാപ്റ്റനുമായിട്ടൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ അറ്റ് എ ടൈം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു OG11. സോ OG11 നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്താൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്തോ. ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ റെഫറൽ കോഡ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ അതുമൂലം കിട്ടുന്നതായിരിക്കും കേട്ടോ. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ അത് പരിചയപ്പെടുത്തുന്നത്. ഇതെങ്ങനെ പ്ലേ ചെയ്യാവുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. കാരണം നിങ്ങൾക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആണെന്നുള്ള കാര്യത്തിൽ 100% ഷുവർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ വിരാട് കോഹ്ലിനെ പറ്റി തന്നെ പറയാം. അദ്ദേഹം റീസെൻ്റായിട്ട് നല്ല പെർഫോമൻസ് ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 90 ഇന്നിങ്സ് കളിച്ചിട്ട് 3140 റൺസ് എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് CSK ആയിട്ട് 33 ഇന്നിങ്സ് കളിച്ചിട്ട് 1084 റൺസ് എടുത്തിട്ടുണ്ട്. ഒരു
കിട്ടില്ല ഹൈ ഇമ്പാക്റ്റ് വരുന്ന ഒരു പ്ലെയർ തന്നെയായിരിക്കും നമ്മുടെ കോഹ്ലി ഈ ഒരു മാച്ചിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പ് സാൾട്ട് ആണെങ്കിലും അദ്ദേഹം 5 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 111 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് CSK ആയിട്ടും അദ്ദേഹം 4 ഇന്നിങ്സ് കളിച്ചിട്ട് 52 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു റിസ്കി ഓപ്ഷനാണ് നമ്മുടെ ഫിലിപ്പ് സാൾട്ട്. അതുപോലെ തന്നെ ദേവൂഡ് പടിക്കലാണെങ്കിലും അദ്ദേഹം എഗെയിൻസ്റ്റ് CSK ആയിട്ട് 9 ഇന്നിങ്സ് കളിച്ചിട്ട് 267 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ വലിയ മോഡറേറ്റ് സക്സസ് ആണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യലായിട്ട് നല്ല ഫോമും ആവാനുള്ള ചാൻസസ് ഉണ്ട്, കാരണം റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മളെ രാജിത് പടിദാറാണ്. റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ ലോ സ്കോറാണ്. എഗെയിൻസ്റ്റ് CSK ആയിട്ട് അദ്ദേഹം 4 ഇന്നിങ്സ് കളിച്ചിട്ട് 113 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 11 ഇന്നിങ്സ് കളിച്ചിട്ട് 215 റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടിം ഡേവിഡ് ആണ്, നല്ലൊരു ഗുഡ് ഫിനിഷറാണ്. റീസെൻ്റ് ആയിട്ട് 50-37 റൺസൊക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹം. ഈ ഒരു ഗ്രൗണ്ടിൽ 5 ഇന്നിങ്സ് കളിച്ചിട്ട് 146 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് CSK ആയിട്ടും അദ്ദേഹം 6 ഇന്നിങ്സ് കളിച്ചിട്ട് 85 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് കൃണാൽ പാണ്ഡ്യൻ റീസെൻ്റ് എല്ലാ മത്സരങ്ങളും നല്ല കിടിലനായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. 73 റണ്ണും 1 വിക്കറ്റുമാണ് ലാസ്റ്റ് മത്സരം അദ്ദേഹം എടുത്തത്. ഈ ഒരു ഗ്രൗണ്ടിൽ 4 ഇന്നിങ്സ് കളിച്ചിട്ട് അദ്ദേഹം 130 റൺസ് എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് CSK ആയിട്ട് 9 ഇന്നിങ്സ് കളിച്ചിട്ട് 139 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിപ്പേഡാണ്, അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജിതേഷ് ശർമ്മയാണെങ്കിലും 4 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് CSK ആയിട്ട് കളിച്ച 59 റൺസും ഈ ഒരു ഗ്രൗണ്ടിൽ 5 ഇന്നിങ്സ് കളിച്ചിട്ട് 85 റൺസുമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജോസ് ഹേസൽവുഡ് ആണെങ്കിൽ 3 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് അഗെയിൻസ്റ്റ് CSK ആയിട്ട് 5 മത്സരം വിന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 4 ഇന്നിങ്സ് കളിച്ചിട്ട് 8 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് ഹേസൽവുഡ്. അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ ആണെങ്കിൽ 21 ഇന്നിങ്സ് ആണ് അഗെയിൻസ്റ്റ് CSK ആയിട്ട് കളിച്ച് 14 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 13 ഇന്നിങ്സ് കളിച്ചിട്ട് 15 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. ക്യാഷ് ഡയാലാണ് അടുത്തായിട്ട് പറയാറുള്ളത്. അദ്ദേഹം 6 ഇന്നിങ്സ് CSKന് അഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ച് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 12 ഇന്നിങ്സ് കളിച്ചിട്ട് 13 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. സുയാസ് ശർമ്മയാണ്, അദ്ദേഹം ആണെങ്കിൽ 3 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ അഗെയിൻസ്റ്റ് CSK ആയിട്ടുള്ള റെക്കോർഡ് പറഞ്ഞത് ഈ ഒരു ഗ്രൗണ്ടിൽ 4 ഇന്നിങ്സ് കളിച്ച് 3 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. ഇനി CSK പ്ലേയേഴ്സിലോട്ടാണ് പോരുന്നത്. രച്ചിൻ രവീന്ദ്ര ഇറങ്ങാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അഗെയിൻസ്റ്റ് RCB ആയിട്ട് 3 മത്സരം കളിച്ച് 139 റൺസ്, നല്ലൊരു ആവറേജ് റൺസാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 61 റൺസും എടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ കൂട്ടുകെട്ട് തന്നെയാണ് നമ്മുടെ CSKയുടെ. ശിവാൻ ദൂബെ ആണെങ്കിൽ അദ്ദേഹമാണെങ്കിലും റീസെൻ്റ് ആയിട്ട് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. 50 റൺസ്, അതിന് മുന്നേ 43, അതിന് മുന്നേ 31 നല്ല സ്കോറാണ് വരുന്നത്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് അദ്ദേഹം 63 റൺസ് ആവറേജ് സ്കോർ ഉണ്ട്. ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിലും 3 ഇന്നിങ്സ് കളിച്ച് 68 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MS ധോണി ആണെങ്കിൽ ലാസ്റ്റ് മത്സരങ്ങൾക്ക് ഭയങ്കര ബാഡ് പെർഫോമൻസ് ആണ്. RCBക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 34 ഇന്നിങ്സ് കളിച്ചിട്ട് 894 റൺസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 12 ഇന്നിങ്സ് കളിച്ചിട്ട് 489 റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, രവീന്ദ്ര ജഡേജയാണ് അടുത്തായിട്ട് പറയാനുള്ളത്. അദ്ദേഹം ലാസ്റ്റ് നടന്ന 5 മത്സരങ്ങളിൽ 1 വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. 3 മത്സരങ്ങളിൽ, ലാസ്റ്റ് 3 മത്സരങ്ങളിൽ എഗെയിൻസ്റ്റ് RCB ആയിട്ട് അദ്ദേഹം 30 ഇന്നിങ്സ് കളിച്ചിട്ട് 26 വിക്കറ്റും 353 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിലാണെങ്കിൽ അദ്ദേഹം 131 റൺസും 9 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. സാം കറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം 86, ലാസ്റ്റ് മത്സരം 88 റൺസ് എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ 62, നല്ല പെർഫോമൻസ് ആണ്. എഗെയിൻസ്റ്റ് RCB ആയിട്ടും അദ്ദേഹം 7 വിക്കറ്റും 64 റൺസും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ചിട്ടില്ല, എന്നാൽ കൂടെ 23 റൺസും 1 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മതീഷ പതിരാന അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ അഗെയിൻസ്റ്റ് RCB ആയിട്ട് 2 മത്സരം കളിച്ച 4 വിക്കറ്റും ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. അടുത്തായിട്ട് നൂർ അഹമ്മദാണ്. അദ്ദേഹമാണെങ്കിൽ ലാസ്റ്റ് 5 മത്സരം കളിച്ചിട്ട് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് 4 മത്സരം കളിച്ച് 7 വിക്കറ്റുമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നേടിയിട്ടുള്ളത്. അഗെയിൻസ്റ്റ് RCB നേടിയിട്ടില്ല. ഈ ഒരു ഗ്രൗണ്ടിലാണ് 2 മത്സരം കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖലീൽ അഹമ്മദിനെ പറ്റി പറയുമ്പോഴും നല്ല രീതിക്ക് ബൗൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ലാസ്റ്റ് നടന്ന 5 മത്സരം അഗെയിൻസ്റ്റ് RCB ആയിട്ട് 8 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഷൈഖ് റഷീദും അതുപോലെ തന്നെ ആയുഷ് മഹേത്രയുടെയും ഡീറ്റെയിൽസ് പറഞ്ഞില്ല. വലിയ റെക്കോർഡ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ലാസ്റ്റിലോട്ടിട്ട്. അതുപോലെ തന്നെ ദീപക് കൂട നല്ലൊരു ഓപ്ഷനാണ്. അദ്ദേഹമാണെങ്കിൽ 117 റൺസ് എടുത്തത് 13 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് RCB ആയിട്ട് കളിച്ചിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 4 ഇന്നിങ്സ് കളിച്ച് 19 റൺസും എടുത്തിട്ടുണ്ട്. ഡേവിഡ് ബ്രൈസ് ലാസ്റ്റ് മത്സരങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അഗെയിൻസ്റ്റ് RCB ആയിട്ട് 8 മത്സരം എടുത്തിട്ടുള്ളൂ, ഒരു മാച്ചേ കളിച്ചിട്ടുള്ളൂ, ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടില്ല. അതുപോലെ തന്നെ കംബോജ ആണെങ്കിലും ഡീസൻ്റ് ആയിട്ട് വിക്കറ്റ് പിക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ലാസ്റ്റ് നടന്ന 5 മത്സരത്തിൽ 5 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സും ബാംഗ്ലൂരും തമ്മിൽ 34 മത്സരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ CSK 22 പ്രാവശ്യവും RCB 12 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും വിൻ ചെയ്തിട്ടുള്ളത് CSK തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാച്ച് കൂടുതൽ RCB വിൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ CSKയും പിടിച്ച് നിൽക്കണമെങ്കിൽ കാരണം ഈ ഒരു മാച്ച് വിൻ ചെയ്താലേ പറ്റുള്ളൂ. കാരണം ഒരു ടീം വല്ലാതെ ഡൗണായി വന്നിരിക്കുകയാണ്. അപ്പോൾ സമ്മറി കീ ഇൻസൈറ്റ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും RCBത്തെ കോഹ്ലി, അതുപോലെ തന്നെ ഹേസൽവുഡ്, ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ നല്ലൊരു ഓപ്ഷൻസാണ്. CSKയിലാണെങ്കിൽ ദൂബെ, ജഡേജ, MS ധോണി, നൂർ അഹമ്മദ് തീർച്ചയായിട്ടും കൊണ്ടുവരിക. MS ധോണിനെ ഞാൻ പറയുന്നില്ല. ഓക്കെ, ചേസിങ് ആണ് കൂടുതൽ ഇവിടെ വിൻ ചെയ്യാറുള്ളത്. ചേസിങ് ടീമിന് കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ട് നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ നമുക്ക് എന്തായാലും ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വിഷനിലെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. കാരണം ഇത് ആപ്ലിക്കേഷനും കിട്ടുന്നതായിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിഷൻ 11. സോ നമുക്ക് ബാംഗ്ലൂർ വേഴ്സസ് RCBയുടെ ഒരു പ്രിവ്യൂ ടീമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബൗളിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹേസൽവുഡിനെ തീർച്ചയായിട്ടും കൊണ്ടുവരാം, അതുപോലെ തന്നെ നൂർ അഹമ്മദിനെയും കൊണ്ടുവരാം. ഓക്കെ, ദെൻ ഓൾറൗണ്ടേഴ്സിലാണെങ്കിൽ നമ്മുടെ കൃണാൽ പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, സാം കർണെ ടീമിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വിരാട് കോഹ്ലി, രാജിത് പാടിദാർ, ശുഭാൻ ദുബെ, ഡേവിഡ് ബ്രൈസ് ലാസ്റ്റ് മത്സരങ്ങളിൽ നല്ല പെർഫോമൻസ് ആണ്. ഒന്നല്ലെങ്കിൽ ഫിലിപ്പ് സാൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ജിതീഷ് ശർമ്മ. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഫിലിപ്പ് സാൾട്ട് വേണ്ട, കാരണം പെട്ടെന്ന് ഔട്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ടീമിൽ ഒരാളെ കൂടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മദീഷ പതിരാനെ തൽക്കാലം ടീമിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ കൂടെ നമ്മളെ RCBയുടെ ബൗളിംഗ് ഒന്ന് സ്ട്രോങ് ആക്കാനുണ്ട്. സോ ഫൈനൽ ലൈനപ്പിന് ശേഷം നമുക്ക് എന്തായാലും ഒരു കിഡിലൻ ടീം, കിണ്ണം കാഴ്ച ടീം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ക്യാപ്റ്റൻസി വിരാട് കോഹ്ലി തന്നെയാണ്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃണാൽ പാണ്ഡ്യ അല്ലെങ്കിൽ നമ്മുടെ രവീന്ദ്ര ജഡേജ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മാച്ചിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നോക്കുക. നമ്മുടെ ജഡേജ നന്നായി കളിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പ്രിവ്യൂ ടീം സെറ്റായിട്ട് ഫിലിപ്പ് സാൾട്ട്, ശിവാൻ ദുബെ, അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലി, അതുപോലെ നമ്മുടെ രാജിത് പാടിദാർ, ഡേവിഡ് ബ്രൈസ്, അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്ര ജഡേജ, കൃണാൽ പാണ്ഡ്യ, സാം കറൻ, ഹേസൽവുഡ്, മദീഷ പതിരാൻ, നൂർ അഹമ്മദ് ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ഇടും. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. സോ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യുക. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസൊക്കെ നമ്മൾ ഇടാറുള്ളത്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.